അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫലാഫിൽ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഫലാഫിൽ സാൻഡ്വിച്ചിന് ഗൾഫിലൊന്നും പോകണ്ട കേട്ടോ, നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്താനും മറന്നു വരുത്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് വെള്ളക്കടലയില്ലേ, നമ്മുടെ കബൂളി കടല എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് ഒരു ദിവസം രാത്രി പൊതിർത്തി വെക്കുക. അതിൻ്റെ അകത്ത് മല്ലി ഇലയും ഒരു പുതിന ഇലയും പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ അതായത് 3 പച്ചമുളകും ചേർത്തിട്ട് ഒരു 4-5 വെളുത്തുള്ളി പിന്നെ ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് ഇതിനെ നമ്മൾ പരിപ്പ് വടക്കൊക്കെ അരക്കുന്നത് പോലെ നമ്മൾ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഞാൻ. അരച്ചെടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാൻ മറന്നു പോയതാണ് ഇതിൻ്റെ അകത്ത് എന്ത് ചേർക്കണം. പിന്നെ അരക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു മുറി പിന്നെ ഇത് ചെറുനാരങ്ങ ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാ കറക്റ്റ് ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും ഇട്ട് നന്നായിട്ട് ഇതിനെ നമ്മുടെ പരിപ്പ് വടക്ക് അരക്കുന്നത് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ, നല്ല കറക്റ്റ് ഗ്രീൻ കളറുള്ള നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മെയിൻ സാധനം നമ്മുടെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നമുക്ക് പിടിക്കുമ്പോൾ നല്ല നമ്മളെ പരിപ്പ് വടക്കൊക്കെ പിടിക്കുന്ന പോലെ പിടിക്കാൻ പറ്റണം. ഇതിനെന്താക്കണം, 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി, ഈ സാൻഡ്വിച്ചിന് വേണ്ട പൊട്ടറ്റോ ഒക്കെ നീളത്തിലായിരുന്നത് അത് പൊരിച്ചെടുത്തു. പിന്നെ വഴുതിനിങ്ങ ഉണ്ടല്ലോ അതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഈ സാൻഡ്വിച്ചിൽ ചേർത്തേണ്ട സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഞാൻ പിന്നെ ഫ്രൈ ചെയ്തിട്ടെടുത്തു. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് നീളത്തിലരിഞ്ഞതിൽ ഒരു ക്യാപ്സിക്കം കൂടെ ഞാൻ എടുത്തു. പിന്നെ കക്കരിക്ക, തക്കാളി, പിന്നെ മയോണൈസ് ആവശ്യത്തിന്, അതായത് വലിയ 2 തവി, പിന്നെ റെഡ് ചില്ലി സോസ് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 വലിയ സ്പൂണ് പിന്നെ മയോണൈസൊക്കെ ഒരു 3 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസും കൂടെ ചേർത്തിട്ട് ആ മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച ക്യാബേജും ക്യാപ്സിക്കം തക്കാളി പിന്നെ കക്കരിക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഉള്ളിൽ ഫില്ലിങ് ചെയ്യേണ്ട സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫലാഫിലിൻ്റെ അരച്ച് വെച്ചത് നല്ല തണുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേന് നമ്മൾ ചേർക്കേണ്ടത് വെള്ള എള്ളുണ്ടല്ലോ, അതും ഒരു 1/4 കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചൂടുള്ള എണ്ണയിൽ ഞാനിതിനെ പൊരിക്കുന്നത് നമ്മുടെ കബാബൊക്കെ പൊരിക്കുന്ന പോലെയാണ് പൊരിക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം, അത് നിങ്ങളെ ഇഷ്ടം. ഞാനിതിപ്പോൾ എന്തായാലും നമുക്കിതിനെ പൊടിച്ചിട്ടിട്ട് വേണം നമ്മൾ ഫലാഫിൽ പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. അപ്പം ഞാനിതെല്ലാം കൂടിയിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് എടുത്തിട്ടാണ് പൊരിക്കുന്നത്. അപ്പോൾ ആദ്യം നല്ല ചൂടുള്ള എണ്ണയിൽ പിന്നെ കുറച്ച് തീ കുറച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പം നമുക്ക് പൊരിച്ചെടുത്തിട്ടതിന് ശേഷം നമുക്കിതെങ്ങനെ റോളാക്കേണ്ടത്. പിന്നെ അല്ലേ നമ്മുടെ ഈ സാൻഡ്വിച്ചിന് ഉപയോഗിക്കുന്ന ചപ്പാത്തി എപ്പോഴും വലിയ റൗണ്ട് ചപ്പാത്തി ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടത് നമ്മുടെ തഹീനയും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് റോൾ ചെയ്തിട്ട് ഇത് നല്ല സമാധാനത്തിൽ പൊരിച്ചെടുക്കണം, കാരണം ഉള്ളൊക്കെ നല്ലോണം വേണമല്ലോ. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഫലാഫിൽ റെഡിയായി. നമ്മുടെ കട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ തഹീന. ഇത് ഹോം മെയ്ഡ് തഹീനയാണ്. പിന്നെ നമ്മുടെ പൊരിച്ചെടുത്ത പിന്നെ ബ്രിഞ്ചോളും പിന്നെ പൊട്ടറ്റോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സലാഡ്. ഇനി നമുക്കിതെങ്ങനെ റോൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ചപ്പാത്തിയിൽ ഫസ്റ്റ് നമ്മൾ എന്താക്കാൻ കുറച്ചും കൂടെ മയോണൈസ് പുരട്ടി ഒരു സ്പൂണ് മയോണൈസും 1 സ്പൂണ് തഹീനയും എടുത്തിട്ട് പുരട്ടിയതിന് ശേഷം നമ്മൾ ഒരു 1.5 പിന്നെ ഫലാഫിൽ നല്ലോണം ഇങ്ങനെ പൊടിച്ചിട്ടിടുക. എന്നിട്ട് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ നമ്മൾ പിന്നെ സലാഡ് ചേർക്കുക. പിന്നെ 2-3 ഉരുളക്കിഴങ്ങ് 2-3 വഴുതിനങ്ങ ഇട്ടിട്ട് ഇതേപോലെ റോൾ ചെയ്തിടണം. ആദ്യത്തെ സൈഡൊന്ന് മടക്കിയിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ ഇതുപോലെ എല്ലാവർക്കും ഇത് റോൾ ചെയ്യുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതൊന്നാമത് ചിലപ്പോൾ ചെറിയ ചപ്പാത്തി അല്ലെങ്കിൽ ചെറിയ കുബൂസായിരിക്കും, കുറച്ച് വലുതായിരിക്കും നമ്മൾ സാൻഡ്വിച്ചിന് ഉപയോഗിക്കുന്ന കുബൂസും പിന്നെ ഇതൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ കുറച്ചിടണം. ആദ്യം ഒരു സൈഡ് നന്നായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷമാണ് നമ്മൾ റോൾ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ മടക്കി ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിലൂടെ നമ്മൾ പിന്നെ ഫില്ലിങ് ചെയ്ത സാധനങ്ങളൊന്നും താഴേക്ക് പോവില്ല, നല്ലൊരു കംഫർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. അതിന് ശേഷം നമുക്ക് ടിഷ്യൂല അല്ലെങ്കിൽ നമുക്ക് ഫോയിലും പേപ്പറിൽ നമുക്ക് ഏതിൻ്റെ അകത്താണ് ചുറ്റാൻ പറ്റുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക.
എടുക്കാൻ. അപ്പോൾ നിങ്ങൾ നല്ലോണം ഇതൊന്ന് സാൻഡ്വിച്ച് ചുറ്റുന്നത്, അതായത് നമ്മൾ റോൾ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. റോളിംഗ് ആണ് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട്. അതിന് ശേഷം എൻ്റെ അടുത്ത് സാൻഡ്വിച്ച് മേക്കർ ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി, അല്ലാത്തവർക്കും ഒന്ന് ഓടിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഈ ചപ്പാത്തി കുറച്ചൊന്ന് ക്രിസ്പി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഇങ്ങനെ ഒന്ന് സാൻഡ്വിച്ച് ഒന്ന് എന്ത് സാൻഡ്വിച്ച് നമ്മുടെ ഇപ്പോൾ എന്തും ഒന്ന് ജസ്റ്റ് എല്ലാം ഫില്ലിങ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് സാൻഡ്വിച്ച് പിന്നെ പാക്ക് ചെയ്യുന്ന കവർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കവർ ചെയ്തിട്ട് എടുക്കുക. ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് പിന്നെ ബട്ടർ പേപ്പറിലൊക്കെ ചുറ്റുക അല്ലെങ്കിൽ ടിഷ്യൂവിൽ ചുറ്റുക, അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റാതെയും കഴിക്കരുത്, എങ്ങനെയും താഴിലൂടെ ഇങ്ങനെ പോകുന്നുള്ളൊരു പേടി വേണ്ട, അത്രയും നല്ല സീലാണിത്. ഞാൻ ആ റോൾ ചെയ്യുന്നത് നല്ല കറക്റ്റ് കംഫർട്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്താൽ അതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ല, നല്ല ക്രിസ്പി ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഫലാഫിൽ നല്ല ക്രിസ്പി, പിന്നെ നല്ല ടേസ്റ്റ് മയോണൈസ് ബ്രെഡ് ചില്ലി സോസൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ടേസ്റ്റും പിന്നെ നമ്മുടെ കക്കരിക്കയും ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ പറയുന്ന പോലെയല്ല, നിങ്ങൾ ഉണ്ടാക്കിയാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പം അറബികളെല്ലാം നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ഈ ഫലാഫിൽ സാൻഡ്വിച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.